നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നിങ്ങളെല്ലാവരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ അല്ലേ? അപ്പം അതിന് ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പോർഷൻ കൺട്രോളിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇപ്പോഴും പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ് എന്താണ് ഈ പോർഷൻ എന്നുള്ളത്. പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണവും കഴിക്കുമ്പോൾ ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു അളവുണ്ട്. ആ അളവിൽ കഴിക്കുക, എന്നാൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, എത്ര ഇഡലി എടുക്കും? നിങ്ങൾ 3 ഇഡലി എടുക്കും എന്ന് വിചാരിക്കാം. 3 ഇഡലി ഒരു പോർഷൻ അല്ല, ഏകദേശം ഒരു 2 മീഡിയം, അതായത് ഒരു ചെറിയ മീഡിയം ഇഡലിയാണ് പോർഷൻ എന്ന് പറയുന്നത്, ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ ദോശയാണെങ്കിൽ 2 കുഞ്ഞി ദോശ, അതായത് തട്ടുദോശ ഉണ്ടല്ലോ, അത്രയുള്ള 2 ദോശയാണ് ഒരു പോർഷൻ. അതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, അപ്പോൾ വിശപ്പ് അധികം ഉണ്ടാവില്ല. അതുപോലെ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. ഫാസ്റ്റിൽ ഓൾമോസ്റ്റ് മിക്ക മലയാളീസും പയറ്, പരിപ്പ്, കടലയൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ പ്രോട്ടീൻ്റെ ഒരു നല്ല സോഴ്സാണ്. അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ചേർന്ന ഒരു സോഴ്സ് ആണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്. ഷുഗർ പെട്ടെന്ന് കൂടത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ഇത് സഹായകരമാണ്. ഇപ്പോൾ 2 ഇഡലി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സാമ്പാർ യൂസ് ചെയ്യാം. 2 ദോശയാണെങ്കിൽ സാമ്പാർ യൂസ് ചെയ്യാം. 2 വെള്ളയപ്പം ആണെങ്കിൽ അതിൻ്റെ കൂടെ കടല വേണമെങ്കിൽ കഴിക്കാം. 2 ചപ്പാത്തി ആണെങ്കിൽ അതിൻ്റെ കൂടെ പരിപ്പ് കഴിക്കാം. പുട്ട് ഒരു ചെറിയ പീസ് എടുക്കാൻ പാടുള്ളൂ, കൂടുതലാവാൻ പാടില്ല. ആ ചെറിയ പീസ് പുട്ടിൻ്റെ കൂടെ ചെറുപയറോ അല്ലെങ്കിൽ നമ്മൾ വൻപയറുണ്ടല്ലോ, ചുവന്ന പയറോ കടലയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ കടലയും പയറും പരിപ്പും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ബൗൾ, അതിൽ കൂടുതൽ ആവശ്യമില്ല കേട്ടോ. പിന്നെ പച്ചക്കറികൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ കിഴങ്ങ് വർഗ്ഗം ഒഴികെയുള്ള ബാക്കി പച്ചക്കറികൾ അത് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അതിന് പ്രോബ്ലം ഇല്ല. ഇനി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് എത്രത്തോളം എടുക്കാം? 7 ടേബിൾ സ്പൂൺ ചോറാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. 7 ടേബിൾ സ്പൂൺ ചോറ് നിങ്ങൾക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ഫിഷ് കറി ആണെങ്കിൽ ഒരു മീഡിയം ഫിഷ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ചിക്കൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു കൈ കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പാം സൈസിൽ ചിക്കനോ ഫിഷോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു പോർഷനായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് അതിലും കൂടുതൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കണമെങ്കിൽ ഇട സമയത്ത് വേണം ഫ്രൂട്ട്സ് കഴിക്കാൻ കേട്ടോ. ലഞ്ചിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഫ്രൂട്ട് കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3:30-4 മണിക്ക് ഒരു ടീ ടൈം ഒരു സ്നാക്കായിട്ട് ഫ്രൂട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒരു 11:30 മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. അതിന് പ്രോബ്ലം ഇല്ല. അപ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് വല്ലാണ്ട് കൂടത്തില്ല. ഈ ഡിന്നർ ഞാൻ എപ്പോഴും പറയും, ഒരു 6:30ക്ക് നിങ്ങൾ ഡിന്നർ കഴിച്ച് നോക്കാം. വേറെ ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല, ഡയറ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 6:30ക്ക് നിങ്ങളുടെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞോളും. ആ സമയത്ത് കഴിക്കേണ്ടത് മില്ലറ്റ്സ്, അത് മില്ലറ്റ്സോ ഓട്സോ എന്താണെങ്കിലും 3 ടേബിൾ സ്പൂൺ എടുക്കാം. അതൊരു പോർഷനാണ്, മനസ്സിലായല്ലോ. മിൽക്ക് അതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. മിൽക്ക്, ഒരു ഗ്ലാസ് മിൽക്ക് നിങ്ങൾക്ക് ഒരു ദിവസം യൂസ് ചെയ്യാം. അതായത് 200 ml മിൽക്ക് നിങ്ങൾക്ക് ഒരു ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ വേണ്ട. അത് ചായ, കോഫി, പാല് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഓട്സോ എങ്ങനെയാണെങ്കിലും, പക്ഷേ 200 ml മതിയാവും, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പം പ്രസവം കഴിഞ്ഞ ലേഡീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ മിൽക്ക് പറയാറുണ്ട്. അത് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷന് മാത്രമേ അങ്ങനെ ഒരു അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. പച്ചക്കറികൾ കൂടുതലായിട്ട്, ഇപ്പോൾ ഓട്സിനാണെങ്കിലും റാഗിക്കാണെങ്കിലും ചിലർക്ക് എന്തെങ്കിലും ഒലത്തൊക്കെ വേണമെന്നുണ്ടാവും. പച്ചക്കറികൾ കൂടുതലായിട്ട് യൂസ് ചെയ്തോളൂ, അതിന് പ്രോബ്ലം ഇല്ല. പക്ഷേ പച്ചക്കറികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണയിൽ വഴറ്റിയുള്ള പാചക രീതി ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാമോ? കഴിയുന്നത്ര ഒന്നും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അമിതമായ വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്, അത് ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് വേണം. പിന്നീട് നിങ്ങൾക്ക് ഫ്രൂട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം പകൽ സമയം നമ്മൾ 6:30 വരെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് ഫുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആദ്യത്തിനുള്ള ഹെൽത്തി ഹാബിറ്റൊക്കെ ഒന്ന് ശീലാക്കി കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും. അല്ലാതെ കുറുക്കു വഴികൾ തേടി ചെറിയ ചെറിയ ഡയറ്റ്സ് ഉണ്ടല്ലോ, പെട്ടെന്നൊരു ഷോർട്ട് കട്ട്, അങ്ങനെയുള്ള ഡയറ്റ്സിലൊന്നും പോകാതെ ഹെൽത്തിയർ ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പിന്നെ വർക്കൗട്ട് നിർബന്ധമാണ്. 80% ഡയറ്റും 20% വർക്കൗട്ടും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ വെയിറ്റ് കുറയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.